ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ആയിട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അനിയൻ്റെ ഭാര്യയും മോനും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വസന്തത്തിലേക്കാട്ടോ വന്നത്. അത്ര കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വസന്തത്തിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ വസന്തത്തിൽ ഇസാക്കിയിലേക്കാണ് എനിക്കും അനിയത്തിക്കും എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് വെസ്റ്റേൺ ടൈപ്പിൽ മോഡൽസ് വന്നിട്ടുണ്ട്. ഷോർട്ട് കുർത്താസിലാണെങ്കിലും വെസ്റ്റേൺ ടൈപ്പിലൊക്കെ ആണെങ്കിലൊക്കെ ഏതും കളേഴ്സിലും അതുപോലെ തന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവളും കുറച്ച് നേരം ഒന്ന് നോക്കി ഞങ്ങൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 ഐറ്റംസ് കയ്യിൽ പിടിച്ചു ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ വന്നേ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ അവളെ ഇസാക്കിൽ എടുത്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും വസന്തത്തിൽ ഇസാക്കിയിലേക്ക് വരിക. അത്രയ്ക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ സുഡിയിലേക്കോട്ടെ വന്നത്. ലീഷിന് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അനിയൻ്റെ ചെറിയ മോനക്ക് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അവനക്ക് 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ചുട്ടം ഗ്ലാസ് ഉണ്ടപ്പോൾ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. കാരണം ന്യൂ മോഡ്സിനുള്ള ഡ്രസ്സസ് ഇല്ല പറഞ്ഞു. പിന്നെ ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയാണ് കഴിച്ചത്. അയിമക്കൂടി അപ്പം തന്നെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പിന്നെ വാഴയില്ലാട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലീച്ചു മോനും ഉറങ്ങി. അവന് നല്ല ഉറക്കാട്ടോ. പിന്നെ അവനെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജൂനിയർ ഗഡ്സൊക്കെയാണ് വന്നത്. അവനെ വേഗം കിട്ടിട്ടോ. 10 മിനിറ്റിനുള്ളിൽ കിട്ടി. ചെറിയ മോനല്ലേ, അപ്പോൾ അധികം സെലക്ഷൻസ് ഒന്നും വന്നില്ല. ഞങ്ങൾ പറഞ്ഞ മോഡലിൽ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ജൂനിയർ ഗഡ്സ് തന്നെ എടുക്കാറുള്ളത്. ചുറ്റിന് 6 മാസം ഞാൻ ഇവിടുന്ന് ജൂനിയർ ഗഡ്സ് തന്നെ എടുക്കാറ്. അപ്പോൾ അതിന് സൈസ് കിട്ടാറില്ല. ഇവിടുത്തെ കളക്ഷൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റിയാണ് വേണ്ടത്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആട്ടോ. മോൻ്റെ റിച്ചുട്ടിൻ്റെ കുറച്ച് മുമ്പുള്ള ഡ്രസ്സ് വരെ എൻ്റെ കയ്യിലുണ്ട്. അതിന് ഇതുവരെ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അയിമക്കുട്ടിക്ക് എടുക്കാൻ ഞങ്ങൾ ക്ലാസ്മേറ്റ്സിലേക്ക് വന്നത്. ക്ലാസ്മേറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ 3 വർഷമായിട്ട് ക്ലാസ്മേറ്റ്സിന് മുകളിലേക്ക് എടുക്കാറ്. അതും ഇവിടുത്തെ വെസ്റ്റേൺ ടൈപ്പിലാട്ടോ ഞാൻ അധികം മുകളിലേക്ക് എടുക്കാറുള്ളത്. നല്ല ക്വാളിറ്റി ടൈപ്പാണ്. നല്ല ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ആട്ടോ. മോൾക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് 2-3 വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ റിച്ചൂട്ടിന് എടുക്കാൻ ഞങ്ങൾ എക്സ്പോർട്ടിലേക്ക് വന്നത്. എക്സ്പോർട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ കടയാണെങ്കിലും ഇതിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തൊക്കെയോ ഒരു പേരൽസ് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അവനെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പാൻസ്, ഷർട്ട്, ട്രൗസേഴ്സ്, ടീഷർട്ട് മാത്രമേ വന്നിട്ട്. അപ്പോൾ അവൻ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡൽ എന്ന് അവൻ പറയണത്. അവന് പറയുന്ന മോഡൽസൊക്കെ അവന് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടീഷർട്ട്സൊക്കെയാണ്. പക്ഷെ അതൊന്നും അവന് ഇഷ്ടമാവണില്ല. അവൻ പറഞ്ഞ മോഡൽസ് അവിടെ അവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണം കേട്ടോ. സൈസ് മാത്രം ചെറുതായിട്ടൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞ മോഡൽസ് അവന് കിട്ടിയിട്ടോ. അപ്പോൾ അവനത് സെലക്ട് ചെയ്തു. ഞങ്ങളത് സെലക്ട് അഫോർഡബിൾ റേറ്റ് ആയിട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ അവൻ 2-3 മോഡൽസിൻ്റെ പേര് പറഞ്ഞിരുന്നു. ആ 3 മോഡൽസ് അവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മക്കൾക്ക് എടുക്കാൻ വേണ്ടി ഫുഡ് വെയർ ഒക്കെ വന്നത്. അവർക്ക് അയിമക്കുട്ടിക്കും റിച്ചോട്ടിനും എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അനിയൻ്റെ മോനെയും ഭാര്യനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം 5 മാസമായിട്ടുള്ള മോനായിട്ടുള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടാവുണ്ടോ വിചാരിച്ച് അവനെ പറഞ്ഞു വിട്ടു. ഉപ്പാനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാക്സും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ബാഗിലൊക്കെ നല്ല ബാഗിൽ ചപ്പൽസ് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ബാഗ് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയതല്ല, കാരണം സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റിച്ചുട്ടന് അവിടെ ഷൂസ് നോക്കുന്നുണ്ട്, ബൂട്ട്സാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അയിമക്കുട്ടിക്ക് വെറുതെ ജസ്റ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ലെതർ ടൈപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി യൂസിനാണെങ്കിലും ഷൂസിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ലെതർ ടൈപ്പിലാണ് നോക്കിയത്. ലെതർ ടൈപ്പിലൊക്കെ നല്ല പിങ്കിലും വൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും നല്ല പാർട്ടി വെയറിലും അതുപോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ അതിലും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൾക്ക് ലെതർ ടൈപ്പിലാണ് എടുത്തത്. മോന് ബൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഡെയിലി യൂസിനൊക്കെ മക്കൾക്കായിട്ട് അധികം ഉള്ളത്. എനിക്ക് തോന്നിയത് ഒരു നമ്മൾ കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ ചെറിയ പിള്ളേർക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഇതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് വെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിലേക്ക് വരിക കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. ഡെയിലി യൂസിനും ലെതർ ടൈപ്പിലും എല്ലാം നല്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 11:30-12 മണിയായി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരാം.